ഗവർണർ സ്ഥാനം ഒഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. ഇന്ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും ഗവർണർ പോകും. ദേശീയ ദുഃഖാചരണമായതുകൊണ്ട് ഔദ്യോഗിക യാത്രയപ്പില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും സർക്കാരിന് കിട്ടിയൊരു പിടിവള്ളിയാണ് ഈ ഔദ്യോഗിക ദുഃഖാചരണം എന്നത് മറ്റൊരു കാര്യം. പുതിയ കേരള ഗവർണറായി നിയമിക്കപ്പെട്ട രാജേന്ദ്ര അർലേക്കർ വ്യാഴാഴ്ച ചുമതലയേക്കും. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്കാണ് പോകുന്നത്. ബീഹാറിൽ നിന്നാണ് രാജേന്ദ്ര അർലേക്കർ കേരളത്തിലേക്ക് എത്തുന്നതും. കൊച്ചി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ്. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഗവർണർക്ക് യാത്രയപ്പ് നൽകാൻ യാതൊരു താല്പര്യമില്ലാതിരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. അപ്പോഴാണ് ദേശീയ ദുഃഖാചരണം വന്നു വീണത്. SKN കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും അത്ര നല്ല രസത്തിലായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഏറിയ കൂറും ഇവർ പിണങ്ങിയ ഒരു നിലപാടിലായിരുന്നു. അതേസമയം വളരെ അപൂർവമായി മാത്രമാണ് സർക്കാരും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചങ്ങാത്തം പ്രകടമായിരുന്നത്. പല വിഷയങ്ങളിലും ഗവർണറും സർക്കാരും തമ്മിൽ ഉടക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിൽ തനിക്ക് പ്രീതി കുറഞ്ഞെന്നും അതുകൊണ്ട് തിരിച്ചു വിളിക്കണം മന്ത്രിസ്ഥാനത്തു നിന്നും എന്നുമുള്ള വാദം പോലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരുന്നു. DGPയെയും ചീഫ് സെക്രട്ടറിയെയും അടുത്തിടെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്താൻ നിർദ്ദേശം നൽകിയതും ഗവർണറുടെ വിവാദ ഇടപെടലുകളായിരുന്നു. പല ബില്ലുകളും പിടിച്ചുവെച്ചു എന്ന ആരോപണവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സർവകലാശാലകളിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരം നീക്കുന്ന ബില്ലടക്കമുള്ളവ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടിട്ടില്ല എന്ന വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ സർവകലാശാലകളിലെ രാഷ്ട്രീയാധിപ്രസരം കുറയ്ക്കും എന്നായിരുന്നു ഗവർണർ സ്വീകരിച്ചിരുന്ന നിലപാട്. അത് സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സംസ്ഥാന സർക്കാർ നിയമിച്ച VC-മാരെ നീക്കം ചെയ്തുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റേതായ നിലയിൽ ചാൻസലർ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ സർവകലാശാലകളിൽ VC-മാരെ നിയമിച്ചത്. സിൻഡിക്കേറ്റ് അംഗത്വം അടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ പോരുണ്ടായിരുന്നു. നേരത്തെ കർഷക സമരം, അതോടൊപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതി, ഈ വിഷയങ്ങളിൽ ഗവർണർ നടത്തിയ അഭിപ്രായ പ്രകടനം അത് BJPയുടെ അഭിപ്രായമാണ് എന്ന നിലയിലുള്ള വിമർശനമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഗവർണർക്കെതിരായി ഒരേ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ലോകായുക്ത നിയമ ഭേദഗതിയുടെ വിഷയത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷവും ഗവർണറും ഒന്നിച്ചു നിൽക്കുകയും സംസ്ഥാന സർക്കാരിനെ എതിർക്കുകയും ചെയ്തിരുന്നു. SFI സർവകലാശാലകളിൽ ഗവർണറെ കയറ്റില്ല എന്ന വാദമുയർത്തിയപ്പോൾ ഗവർണർ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ താമസിക്കുകയും കോഴിക്കോട് മിഠായി തെരുവിൽ നടക്കുകയും ഒക്കെ ചെയ്തതും വാർത്തകളിൽ ഇടം നേടിയിരുന്നതാണ്. മാധ്യമപ്രവർത്തകരോടും പല ഘട്ടങ്ങളിലും അദ്ദേഹം കയർത്തിരുന്നു. പക്ഷേ ഏറിയ സമയങ്ങളിലും, അതായത് പലപ്പോഴും അദ്ദേഹം ഈ വിവാദമുണ്ടാകുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ, അത് നടുറോഡിലായാൽ പോലും അവിടെ നിന്ന് പോലും പ്രതികരിക്കാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നുമില്ല. പുതിയ ഗവർണറായി വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, അദ്ദേഹം ഒരു കറകളഞ്ഞ RSSകാരനാണ്. RSSലൂടെയാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് BJPയുടെ നേതാവായി മാറി. 2014 മനോഹർ പരീക്കറിനെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി നിയമിച്ചപ്പോൾ അന്ന് ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന പേരായിരുന്നു അർലേക്കറിൻ്റേത്. പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ല. അദ്ദേഹം സംസ്ഥാന വനം പരിസ്ഥിതി മന്ത്രിയായി, നേരത്തെ നിയമസഭാ സ്പീക്കറായും ഗോവയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഗവർണറാക്കി 2021 2023 ബീഹാർ ഗവർണറായി അർലേക്കർ നിയമിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ കേരളത്തിലേക്ക് ഗവർണറാക്കി നിയമിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഗവർണറായി പോകുന്നത്. SKN. താങ്ക് യു ദിലീപ് കുമാർ. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ഞങ്ങളുടെ നിരീക്ഷകൻ ദിലീപ് കുമാർ തത്സമയം ചേർന്നത്. വളരെ ആതിഥ്യമര്യാദയൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയ സമ്മർദ്ദം വരുന്നത് കൊണ്ടാവാം ഗവർണർ ഈ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുമായി കൊമ്പ് കോർക്കാൻ പലപ്പോഴും സാഹചര്യം കണ്ടെത്തിയത്. പല ഗവർണർമാരും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകുമായി മാറുമ്പോഴാണ് അവർ ആ സംസ്ഥാന സർക്കാരുമായിട്ട് കൊമ്പ് കോർക്കുക. തമിഴ്നാട്ടിലൊക്കെ തന്നെ ഇത് തന്നെയാണ് സ്ഥിതി. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനെ അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം, അദ്ദേഹത്തിന് അത്യാവശ്യം പാണ്ഡിത്യമുണ്ട്, ഭരണഘടനയെക്കുറിച്ച് നല്ല ബോധമുണ്ട്, ബേസിക്കായിട്ട് ഒരു അഭിഭാഷക വൃത്തിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾ. ഇപ്പോഴും അദ്ദേഹം അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. സൗഹൃദമൊക്കെ സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് വേളയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അദ്ദേഹം ബീഹാറിൽ പോയി അവിടെ ജനങ്ങളെ നന്നായി സേവിക്കാൻ കഴിയട്ടെ എന്ന യാത്രയപ്പ് ആശംസകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്.